ഹലോ, ഗുഡ് മോർണിംഗ്. പിന്നെ അങ്ങനെ നമ്മുടെ നേതാക്കന്മാരെല്ലാവരും ഓരോരോ സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഏതാനും കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയത്. പക്ഷെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാലേ, നിങ്ങളൊരു കാര്യം പ്രത്യേകിച്ച് അതായത് ഇപ്പോൾ ആരോഗ്യവകുപ്പാണ്. ആരോഗ്യവകുപ്പ് വളരെ ഗുരുതരമായ രീതിയിൽ വീഴ്ചകൾ വന്ന് കിടക്കുകയാണ്. ആ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലുള്ള ആ മരുന്നുകൾ തന്നെ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ മരുന്നുകളായിരിക്കും. അതുപോലെ തന്നെ ഗവൺമെൻറ് ആശുപത്രി വളരെ വിപുലമായ രീതിയിൽ, അതായത് നല്ല രീതിയിൽ പ്രവർത്തനം കൊണ്ടുവരാനും അതിൻ്റെ കാര്യങ്ങൾ വളരെ ഊർജിതമായിട്ട് വളരെ ശ്രദ്ധിക്കണമെന്നും അതിൻ്റെ വേണ്ട നടപടികൾ സ്വീകരിച്ച് അത് നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അപേക്ഷയാണ് എൻ്റെ. ആജ്ഞയല്ല, അപേക്ഷയാണ്. കാരണം ഇവിടെ മൾട്ടിനാഷണൽ ഹോസ്പിറ്റലിൽ പോകാൻ പൈസ ഇല്ലാത്ത സാധുക്കളാണ് ഈ ഗവൺമെൻറ് ആശുപത്രിനെ സമീപിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഒന്നല്ലേ ECG ഉണ്ടാവില്ല, അല്ല എക്സ്റേ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതായത് ബ്ലഡ് ടെസ്റ്റിങ് ലാബ് ഉണ്ടാവില്ല. ലാബ് ഉണ്ടായാൽ പരിശോധന ക്ലിയർ ഉണ്ടാവില്ല. അതൊക്കെ മുടങ്ങി കിടക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. കാരണം ഈ ഗവൺമെൻറ് ആശുപത്രിനെ നമ്മൾ സമീപിക്കുന്നത് തന്നെ, ജനങ്ങൾ സമീപിക്കുന്നത് തന്നെ പൈസയുടെ കുറവ് കൊണ്ടാണ്, അല്ലാണ്ട് പൈസ ഉണ്ടായിട്ട് പോകണമല്ല. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് പരിഹരിച്ച് അതിനൊന്ന് ഊർജിതമായിട്ട് അവിടുത്തെ ഡോക്ടർമാരൊക്കെ എഴുതി കൊടുക്കുന്ന പ്രൈവറ്റിൽ പോകാനാണ് പറഞ്ഞത്. ഈ ലാബിലിരിക്കുന്ന ലാബ് ടെക്നീഷ്യന് പണി അറിയാൻ മേലാത്തതുകൊണ്ടാണോ? പണി അറിയാൻ മേലാത്തതുകൊണ്ടാണെങ്കിൽ പണി അറിയാവുന്ന ആൾക്കാരെ നിയമിക്കും. അതിൻ്റെ കാര്യങ്ങൾ ആൾക്കാരെ അവിടെ നിയമിക്കുകയും അതൊന്ന് ഊർജിതമായ രീതിയിൽ ഒന്ന് കൈകാര്യം ചെയ്യണമെന്ന വിനീതമായി താഴ്മയായി നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല എങ്കിലും നിങ്ങൾ ഈ 10 വർഷക്കാലമായിട്ട് നിങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്, നിങ്ങൾക്കറിയാവുന്നൊരു കാര്യങ്ങളാണ്. പക്ഷേ എങ്കിലും നിങ്ങളുടെ ഒരു അണിയെന്നുള്ള രീതിയിൽ നിങ്ങളതൊന്ന് ആത്മാർത്ഥമായിട്ട് കൈകാര്യം ചെയ്യുമെന്ന് ഞാൻ വളരെ പ്രതീക്ഷിക്കുകയാണ്. ഇനിയും ഇതുപോലെ ഞാൻ ഓരോരോ വകുപ്പിനെ കുറിച്ചും